ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. ചിറയൻകീഴ് സ്വദേശികളായ ദിലീപ്, അനു ദമ്പതികളുടെ മകനായ ദിക്ഷലാണ് മരിച്ചത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി MP ദേവൻ ചേരുകയാണ്. ദേവൻ, ഈ പാമ്പ് കടിയേറ്റ സമയത്ത് തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രുചീഷ്, ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ രാവിലെ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ 4:30 കൂടിയാണ് ചിറയൻകീഴ് സ്വദേശികളായിട്ടുള്ള അഴൂർ സ്വദേശികളായിട്ടുള്ള ദിലീപ്, അനു ദമ്പതികളുടെ മകനായ 8 വയസ്സുകാരൻ ദിക്ഷലിന് ഈ പാമ്പ് കടി ഏൽക്കുന്നത്. ഇന്ന് രാവിലെ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാമ്പ് കടി ഏറ്റതെന്നാണ് ഇപ്പോൾ വീട്ടുകാർ സംശയിക്കുന്നത്. രാവിലെ ഈ കുഞ്ഞിനെ പരിശോധിച്ച സമയത്ത് കുഞ്ഞിന്റെ ദേഹത്ത് ഈ കാലിൽ രക്തം പൊടിയുകയും ദേഹത്ത് ഒരു നീല നിറത്തിൽ ഈ തൊലി കാണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംശയം തോന്നിയപ്പോഴാണ് വീട്ടുകാർ ഈ കുഞ്ഞിനെ അടുത്തുള്ള ചിറയൻകീഴുള്ള ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ പാമ്പ് കടി ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം ഡോക്ടർമാർ ഉറപ്പിക്കുന്നുണ്ട്. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയം വൈകിയതിനാൽ തന്നെ കുട്ടിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ചേർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും ഈ കുട്ടി കിടന്ന മുറിയിൽ നിന്നും ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയും ഇതിനൊരു ഈ മരിച്ച കുട്ടിക്ക് ഒരു സഹോദരിയുണ്ട്. ഈ സഹോദരിയുടെ ഒപ്പമായിരുന്നു ദിക്ഷൽ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ പാമ്പ് മുറിക്കുള്ളിലേക്ക് എത്തുകയും ഈ ദിക്ഷലിനെ കടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. 8 വയസ്സ് മാത്രമായിരുന്നു ഈ ദിക്ഷലിന് പ്രായമുണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ കേരളത്തിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സംഭവമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ പോലെ തന്നെ വീടും പരിസരവും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പാമ്പുകളുടെ എല്ലാം തന്നെ സാന്നിധ്യം, ഈ ചൂടുകാലമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പാമ്പുകളുടെ ഒരു സാന്നിധ്യം കാണാനുള്ള ഒരു സാഹചര്യമാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പറയുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥ ഉയർന്നു വരികയാണ്, ചൂട് നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇഴജന്തുക്കളെല്ലാം തന്നെ കൂടുതൽ വീടിനോട് ചേർന്ന് പറ്റിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലേതായാലും ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും സംസ്കാര നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. രുചീഷ്. ശരി.